ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആണോ അല്ലയോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ടോപ്പിക്കാണിത്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ 8 കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കും. ആ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആണ് എന്നുള്ളത്. അപ്പോൾ ആ 8 കാര്യങ്ങളെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബിസിനസ്, പേഴ്സണൽ ഫിനാൻസ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന 8 കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നതിലൂടെ പിന്നെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല. അപ്പം ആദ്യം പറയുന്നത് എന്താണ്? ഒന്നാമത്തെ സിമ്പിൾ അല്ലെങ്കിൽ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് യുവർ പാസീവ് ഇൻകം കവേഴ്സ് എക്സ്പെൻസ്. പാസീവ് ഇൻകം എന്ന് പറയുന്നതാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് പാസീവ് ഇൻകം എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാസീവ് ഇൻകം എന്താണെന്നുള്ളത് ഒരു ജസ്റ്റ് നമ്മൾ ചെറുങ്ങനെ ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പണിയെടുത്തിട്ടില്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ്ലി അല്ലെങ്കിൽ ആക്റ്റീവ് വർക്ക് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാത്ത ഒരു സ്ഥിതിവിശേഷം, നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങുമ്പോഴും പൈസ കിട്ടുന്ന ഒരു അവസ്ഥയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിളാണ് നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ പല കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുള്ള പൈസ. നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ്, ITC, അല്ലെങ്കിൽ റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ള വളരെ മുൻനിരയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹൈലി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ ഓരോ ക്വാർട്ടർലി ബേസിസിലും ആ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും. ആ ഡിവിഡൻഡ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഫിനാൻഷ്യലി ഫ്രീ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അത് വേണ്ട, നിങ്ങൾ മറ്റ് പല പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടീസിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി ബേസിസിൽ അല്ലെങ്കിൽ ഒരു റെൻ്റൽ ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ ഒരു റെൻ്റൽ ഇൻകം വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടും ജീവിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും ഫിനാൻഷ്യലി ഫ്രീ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് നിങ്ങളുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള ഇ-കൊമേഴ്സിൽ നിങ്ങൾ ബുക്ക് പബ്ലിഷ് ചെയ്തു, ഒരുപാട് ആളുകൾ ആ ബുക്ക് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്കൊരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ആ ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഇൻകം വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെയും ഫിനാൻഷ്യലി ഫ്രീ ആണ്. ഇപ്പം ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു യൂട്യൂബറാണ് അങ്കൂർ വാരിക്കു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി ഇൻകം വഴി മാത്രം വളരെ വലിയൊരു എമൗണ്ട് ഓരോ വർഷവും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഓൾറെഡി അയാൾ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. യു നോ ലോങ്ങർ റിലൈ ആൻ ആക്റ്റീവ് വർക്ക് ടു സർവൈവ്. അതാണ് പാസീവ് ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് യു ഹാവ് സീറോ ഡെപ്റ്റ്. ഇവിടെ സീറോ ഡെപ്റ്റ് എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ലോണ് അല്ലെങ്കിൽ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ റിയൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിലോ ആ ഒരു ബേർഡൻ അല്ലെങ്കിൽ EMI എടുത്തിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് ഒരു ബേർഡനായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ഡെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മോശമായിട്ടുള്ളൊരു അവസ്ഥയാവും. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ഡെപ്റ്റ് എടുത്തുകൊണ്ട് അതിനേക്കാൾ വലിയൊരു റിട്ടേൺ ഉണ്ടാക്കിയിട്ട് ആ ഡെപ്റ്റ് തിരിച്ചടക്കുന്ന ഒരു പ്രോസസ്സ്, ബാക്കി വരുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് കീശയിലാക്കാൻ പറ്റുന്നൊരു പദ്ധതി. അങ്ങനെ നിങ്ങൾ ബുദ്ധിപരമായിട്ടാണ് നിങ്ങൾ കടം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണമേ ഉണ്ടാവും. മറ്റ് പല അസറ്റ് വാങ്ങാനാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. എന്നാൽ നിങ്ങൾ ലയബിലിറ്റീസ് ആണ് വാങ്ങിക്കൂട്ടുന്നതെങ്കിൽ അത് വളരെ വലിയൊരു ബേർഡനായിട്ട് നിങ്ങൾക്ക് വരും. അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം മോശമായിട്ട് ബാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓരോ രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു പെർസെൻറ്റേജ് എല്ലാ മാസവും നിങ്ങൾ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ എന്താണ് നമ്മൾ പറയുന്നത്? യു ക്യാൻ ഹാൻഡിൽ എമർജൻസീസ്. അതായത് ജീവിതം എന്ന് പറയുന്നത് അപ്രതീക്ഷിതങ്ങൾക്ക് നടുവിലാണ് അല്ലേ. അതായത് നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾക്ക് യാതൊരു കാരണവശാലും പറയാൻ പറ്റില്ല. ചിലപ്പം കൊറോണ പോലെയൊരു രോഗം ഇനി അടുത്ത മാസം വന്നുകൂടാ എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പം വന്നേക്കാം അല്ലേ. അങ്ങനെ ഒരു രോഗമോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു യുദ്ധം പോലെ ഒരു പ്രോബ്ലം നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ എക്കണോമിനെ ശക്തമായിട്ട് ബാധിക്കും.
അങ്ങനെ സംഭവിച്ചാൽ പലർക്കും ജോലി ഇല്ലാതെയാകും, കമ്പനികൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ എക്സ്പെൻസ്, അവരുടെ ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അപ്പോൾ അവർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. അങ്ങനെ ഒരു പൈസ 6 മുതൽ 12 മാസം വരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ എമർജൻസി ഫണ്ട് നിങ്ങൾ ഓക്കെ ആക്കി വച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം, അല്ലേ? അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യുവർ എമർജൻസി ഫണ്ട് ക്യാൻ കവർ 6 to 12 months ഓഫ് എക്സ്പെൻസസ്. അൺഎക്സ്പെക്റ്റഡ് കോസ്റ്റ് ഡോണ്ട് ഡിറൈൽ യുവർ ലൈഫ് സ്റ്റൈൽ. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി 4മത്തത് എന്താണ്? യു ക്യാൻ പെർസ്യൂ യുവർ പാഷൻസ്. അതായത് ഓരോ വ്യക്തികൾക്കും അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും, അല്ലേ? ഇപ്പം ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് പുസ്തകം വായിക്കുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ എന്താണ് അവരെ തടസ്സമായി നിൽക്കുന്നത്? അവർ ലയബിൾ ആയിട്ടുള്ള ചിലപ്പോൾ ജോലി ആയിരിക്കും, അല്ലേ? 9 to 5 ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം പല കാര്യങ്ങളും അവർ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ പല പ്രോബ്ലങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഫൈനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അവർ ജീവിതത്തിൽ എന്താണോ വിചാരിക്കുന്നത് ആ കാര്യം അവർക്ക് ഏത് സമയം വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവിടെ പൈസ ഒരു ബേർഡനായിട്ട് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നില്ല. അവർക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ കൂടെ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ കൂടെ ഒരു വലിയൊരു യാത്ര പോവുകയാണ് അവരുടെ താല്പര്യമെങ്കിൽ അവർക്കത് ചെയ്യാം. കാരണം പൈസ അവർക്കൊരു പ്രോബ്ലം ആവുന്നില്ല. കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടാകും. ഫൈനാൻഷ്യലി ഫ്രീ അച്ചീവ് ചെയ്ത ഒരാളാണെങ്കിൽ, ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ച ഒരാളാണ് എങ്കിൽ. ഇനി അടുത്ത എന്താണ്? 5മത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, യു ഹാവ് എ വെൽത്ത് ബിൽഡിംഗ് സിസ്റ്റം. അതായത് വെൽത്ത് ബിൽഡിംഗ് സിസ്റ്റം. ഓക്കെ, യുവർ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ സ്റ്റഡിലി വിത്ത് മിനിമൽ എഫേർട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസീവ് ഇൻകത്തിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വളരെ ചെറിയ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ജീവിക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അത് നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നല്ല നല്ല കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡും കിട്ടും, അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനും നടക്കും. പിന്നെ നല്ല നല്ല പ്രോപ്പർട്ടീസ് നിങ്ങൾ നല്ല ഐ ക്യാച്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ആകർഷകമായിട്ടുള്ള സ്ഥലങ്ങളിൽ വാങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ വർഷം കഴിയും തോറും പ്രോപ്പർട്ടീൻ്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ആവുന്ന ഇടമാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെയും നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു വെൽത്ത് ബിൽഡിംഗ് നടക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ കോമ്പൗണ്ടിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കോമ്പൗണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു സംഭവമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും 8th വണ്ടർ ഇൻ ദ വേൾഡ് എന്നാണ് അതിനെ വിളിച്ചിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഐ ബട്ടണിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. 6മത്തെ എന്താണ്? യു ഹാവ് എ ഫ്ലെക്സിബിൾ ലൈഫ് സ്റ്റൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് യു ഹാവ് എ ഫ്ലെക്സിബിൾ ലൈഫ് സ്റ്റൈൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യു ക്യാൻ ടേക്ക് ബ്രേക്സ്, സ്വിച്ച് കരിയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാം. ഇനി ജോലി ചെയ്യാതെ ഇരിക്കണം എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീലൊക്കേറ്റ് വിതൗട്ട് മേജർ ഫിനാൻഷ്യൽ വറീസ്. ഓക്കെ, യു ആർ ഇൻ കൺട്രോൾ ഓഫ് ഹൗ യു സ്പെൻഡ് യുവർ ടൈം. നിങ്ങളുടെ സമയം എങ്ങനെ ചിലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, മറിച്ച് നിങ്ങൾ തന്നെയാണ് എന്നൊരവസ്ഥയായിരിക്കും നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആണ് എങ്കിൽ. ഇനി നമുക്ക് 7മത്തെ നോക്കാം. യു ക്യാൻ സപ്പോർട്ട് ലൗഡ് വൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം, അല്ലേ? അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പൈസ വേണം. ആ പൈസ കൊടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവിടെയും നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോൾ ആ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചു വെച്ച പല അസറ്റുകളോ അല്ലെങ്കിൽ പല കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റിവെച്ച പൈസ പോലും എടുത്തിട്ട് നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആവാനുള്ള അവസരം ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ നിങ്ങളത് മുതലാക്കുക. പാസീവ് ഇൻകം നിങ്ങൾ മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യു ക്യാൻ ഹെൽപ്പ് ഫാമിലി ഓർ ഫ്രണ്ട്സ് ഫിനാൻഷ്യലി വിതൗട്ട് പുട്ടിങ് യുവർ സെൽഫ് അറ്റ് റിസ്ക്. ഇനി 8മത്തെ എന്താണ്? യു ഫീൽ അറ്റ് പീസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വ്യാകുലത ഉണ്ടാവില്ല, അല്ലേ? നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല, പണത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരില്ല. യു കോൺഫിഡൻഷ്യലി മേക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ വിതൗട്ട് ഫിയർ. ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ എടുക്കുമ്പോഴും ഫൈനാൻഷ്യൽ ബേർഡൻ എന്ന് പറയുന്നൊരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഫൈനാൻഷ്യലി ഫ്രീഡം ട്രൂ ആയിട്ട് അച്ചീവ് ചെയ്ത ഒരാൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഫൈനലി നമ്മൾ കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് നമ്മൾ ചെറിയൊരു
എടുത്ത് പറയുകയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബീങ് റിച്ച്, ഇറ്റ്സ് അബൌട്ട് ഹാവിങ് ഓപ്ഷൻസ്. അത് ഒരുപാട് പൈസ സമ്പാദിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതേ സമയം തന്നെ നിങ്ങൾക്ക് ഒരുപാട് പൈസ സമ്പാദിച്ച് അതേപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആണെന്ന് യാതൊരു കാരണവശാലും പറയാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ ആ കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇഫ് യു റെക്കഗ്നൈസ് ദീസ് സൈൻസ് യു ആർ ക്ലോസർ ദാൻ യു തിങ്ക്. നമ്മൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളിൽ 3-4 കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾ ഫൈനാൻഷ്യലി ഫ്രീ ആവാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ 8 കാര്യങ്ങളിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.